ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ടിക്ടോക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഡോർ പ്രാങ്ക് ചലഞ്ച്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇന്ന് ചെയ്തു നോക്കി, അത് സക്സസ് ആയി. എന്നുവെച്ചാൽ ഹിന്ദിക്കാർ ഇതിൻ്റെ അത്ര ആയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയി. അപ്പോൾ ഞാനതിൻ്റെ ടെക്നിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ ടേക്ക് എടുത്തോളൂ, ആ ഒറ്റ ടേക്കിൽ തന്നെ സംഭവം സക്സസ് ആയി. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത വീഡിയോ. അതായത് ഞാൻ എൻ്റെ ഫോണിൽ ഈ ഒരു ഒറ്റ വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, വേറൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. മിററിൻ്റെ ആവശ്യമില്ല, കുറേ പേര് കണ്ണാടി വേണം എന്നൊക്കെ കമൻസിൽ കണ്ടു, അതൊന്നും വേണ്ട. ഈ ഒരു ഒറ്റ വീഡിയോ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഒരു 33 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു, വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു, ഒന്നും കാണുന്നില്ല, തിരിച്ചു പോകുന്നു, വീടിനകത്തോട്ട് കയറി പോകുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എന്നിട്ട് ഇത് ഒന്നുകൂടി ഇറങ്ങി വരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത ഫസ്റ്റ് ടേക്കാണ്. ഫസ്റ്റ് ടേക്കിന് തന്നെ ഇത് ഓക്കെ ആയി. ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇതേപോലെ സ്ക്വയറായിട്ട് കിട്ടണം. അതായത് കറക്റ്റ് സ്ക്വയറായിട്ട് ഒരു വാതിൽ പുറത്തുനിന്ന് കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാതിലിൻ്റെ ഈ പടി, ഈ മുകളിലുള്ള ഈ പടി താഴെ ഇല്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോക്ക് കുറച്ച് പെർഫെക്ഷൻ കുറഞ്ഞു. ഈ താഴെ ഈ പടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അപ്പോൾ നിങ്ങൾ ഈ താഴെ ഇങ്ങനെ ഒരു പടിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ലൈൻസ് എന്തെങ്കിലും ഉള്ളൊരു വാതിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത വീഡിയോ. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരിക. കണ്ടോ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണത്. ഇത് കണ്ട ആർക്കാണെങ്കിലും കിളി പോകും. ഞാൻ ആദ്യം കണ്ടപ്പോൾ എൻ്റെ കിളി എന്തായാലും പോയി. പിന്നെ ഞാനതിന് ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കുറേ തവണ കണ്ടു. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ഐഫോണിലാണ് എഡിറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ആൻഡ്രോയിഡ് ഫോണുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഐഫോണിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇത് ആൻഡ്രോയിഡ് ഫോണുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോസാണ്, ഐഫോൺ ഉള്ളവർക്കല്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്തായാലും ഇത് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് കൈൻ മാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാവർക്കും അറിയാം കൈൻ മാസ്റ്റർ സോഫ്റ്റ്വെയറിനെ കുറിച്ച്, എല്ലാവർക്കും അറിയാം, കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ആക്കുക. കൈൻ മാസ്റ്റർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതേപോലൊരു വിൻഡോ ഇടും. ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ആഡ് ചെയ്തിട്ട് വെർട്ടിക്കൽ വീഡിയോ ഉണ്ട്, ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ്. നമുക്ക് വെർട്ടിക്കലാണ് വേണ്ടത്. ടിക്ടോക്കിൽ ഇടാനാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ വീഡിയോസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതും വെർട്ടിക്കൽ വീഡിയോ ആണ്. അപ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. ഇതിനകത്ത് മീഡിയ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ മീഡിയ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ഫയൽ, നേരത്തെ എഡിറ്റ് ചെയ്ത ഫയലല്ല കേട്ടോ, ഞാനിപ്പോൾ രണ്ടാമത് എഡിറ്റ് ചെയ്യുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന ആ ഫയൽ, ഞാൻ ആ ഷൂട്ട് ചെയ്ത ആ ഫയൽ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ ആ ഫയൽ ഇവിടെ ആഡായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഫയൽ ഇവിടെ ആഡായി. ഇനി ചെയ്യാൻ പോണ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം ആദ്യം തന്നെ. എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ ബോക്സിനകത്താണ് ഇതിൻ്റെ എല്ലാ കളികളും ഇരിക്കുന്നത്. അതായത് ഈ ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാതിലിലാണ് നമ്മുടെ എല്ലാ കളി ഇരിക്കുന്നത്. അപ്പോൾ വാതിൽ കറക്റ്റ് സ്ക്വയറിൽ കിട്ടുക, കറക്റ്റ് നേരെ കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത്. കറക്റ്റ് നേരെ തന്നെ കിട്ടണം, ഈ വളഞ്ഞ് തിരിഞ്ഞ് ചെരിഞ്ഞൊന്നും പോകരുത്. കറക്റ്റ് നേരെ തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അടിയിലൊരു പടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കളി ഇരിക്കുന്നത്. ഈ വീഡിയോ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എൻ്റെ കാല് അവിടെ ചവിട്ടി. ആ കാല് അവിടെ ചവിട്ടണേക്കാൾ തൊട്ട് മുമ്പ് എൻ്റെ ബോഡി പുറത്തേക്ക് വരാൻ പാടില്ല. ഇതേപോലെ കണ്ടോ, കൈയൊന്നും ബോഡി ഈ വൈറ്റ് പാർട്ടിൻ്റെ, അതായത് ഈ വാതിലിൻ്റെ പുറത്തേക്ക് എൻ്റെ കൈയൊന്നും വരാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ കുറച്ച് ബാക്ക് അടിക്കുക. എൻ്റെ ബോഡി കറക്റ്റായിട്ട് ഈ വാതിലിൻ്റെ അകത്ത് നിന്നൊന്ന് ഉറപ്പ് വരുത്തുക. ആ ഉറപ്പ് വരുത്തുന്ന സ്ക്രീൻ ക്യാമറ ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. ക്യാമറ വെച്ചുകൊടുത്തുനിന്ന് ഒരിക്കലും അനങ്ങാൻ പാടില്ല. സ്റ്റെബിലിറ്റി വേണം. ക്യാമറ എപ്പോഴും അനങ്ങാതെ തന്നെ ഇരിക്കണം. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ബോഡി ഫുള്ളായിട്ട് ഈ ബോക്സിൻ്റെ അകത്തായിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, ഈ ഉറപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോണ കാര്യം നിങ്ങൾ നോക്കിയോ. ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ട്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഈ സ്ക്രീനിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഒരു ഭാഗം ഇതേപോലെ ഒരു ലെയറായിട്ട് ആഡ് ആവും. അതിനുശേഷം ഈ ലെയർ ചെറിയ രീതിയിലായിരിക്കും കാണുക, അത് ചെറുതായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെ വലിച്ച് വലുതാക്കണം. വലിച്ച് വലുതാക്കുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് നമ്മുടെ ആ പിക്ചറിൻ്റെ കറക്റ്റ് സൈസായിരിക്കണം. ഒരുപാട് ഇങ്ങനെ വലുതായി പോകാനോ ചെറുതായി പോകാനോ പാടില്ല, കറക്റ്റ് സൈസായിരിക്കണം. കറക്റ്റ് സൈസാക്കി നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ലെയറിൻ്റെ അവിടെ നമ്മൾ ഒന്നും കൂടി പോയിട്ട് നമ്മുടെ ഈ മീഡിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒറിജിനൽ ഈ ഫയല്, അതായത് നമ്മളെടുത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഫയൽ ഒന്നും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഒരു ലെയറും കൂടി ആഡ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ. ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത ലെയറാണ് ഈ ഇരിക്കുന്നത്, അത് ഈ മേളിൽ കാണുന്നത്. ഇതിൻ്റെ താഴെ നമ്മൾ ഒരു ലെയറും കൂടി ആഡ് ചെയ്തിട്ട് ഈ ആഡ് ആവുന്ന ലെയറും ഇതേപോലെ ചെറുതായിട്ടായിരിക്കും വരിക, അതും നമ്മളിങ്ങനെ വലുതാക്കി കൊടുക്കണം. ഇതേപോലെ വലുതാക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഏകദേശം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണ കാര്യം ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചെയ്യാൻ പോണ കാര്യം ഈ രണ്ടാമത്, നമ്മൾ ആദ്യത്തെ ലെയറല്ല, രണ്ടാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഒരു എഡിറ്റിങ്ങിൻ്റെ അതിനകത്ത് ക്രോപ്പിംഗ് എന്ന മെത്തേഡിലേക്ക് നമ്മൾ പോകും. ക്രോപ്പിംഗ് ക്ലിക്ക് ചെയ്യുക, മാസ്ക് ഓൺ ചെയ്യുക. ഈ ക്രോപ്പിംഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ 4 ബോക്സുകൾ കാണാൻ പറ്റും. 1 2 3 4 ബോക്സുകൾ. ഈ 4 ബോക്സുകൾ നമ്മൾ ഈ വീടിൻ്റെ ഈ വാതിലിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇതേപോലെ സെറ്റ് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. അതെ, കറക്റ്റ് ഈ വാതിൽ ഇത്രയും ഭാഗത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. കറക്റ്റ് ആ ലൈൻ കറക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നേരെ തന്നെ ഇരിക്കണം, ലൈൻ നേരെ തന്നെ ഇരിക്കണം. ചെരിഞ്ഞു പോരുന്ന പറയേണ്ട കാരണം അതാ. ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതേ ഈ ലെഫ്റ്റ് സൈഡ് സെറ്റ് ചെയ്ത് ഇനി റൈറ്റ് സൈഡ് സെറ്റ് ചെയ്തു. ഇനി മേൽഭാഗത്തും സെറ്റ് ചെയ്തിട്ട് കേട്ടോ. സെറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഈ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പോവാണ്. കണ്ടോ എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീൻ കുറച്ച് ഈ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട്, ഇതാണ് സ്ക്രീൻഷോട്ട്. ഈ സ്ക്രീൻഷോട്ട് കുറച്ച് നീക്കി ഇങ്ങനെ ഇടണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തോട്ട് കയറിപ്പോയി, നമ്മുടെ കാലം അകത്തോട്ട് പോയി നമ്മുടെ ബോഡി ഫുള്ളായിട്ട് അകത്ത് ചെന്നു എന്നറിയുന്ന ആ സെക്കൻഡിൽ നമ്മൾ ഈ പോസ് ചെയ്തിട്ട് ഈ സ്ക്രീൻഷോട്ട് കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യണം. ഇതേ നോക്കിക്കോ, കറക്റ്റ് അവിടെ കൊണ്ട് നമ്മളിപ്പോൾ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്താ സംഭവിക്കണം നോക്കിക്കോട്ടെ. കണ്ട, നമ്മുടെ വീഡിയോ റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, വെറും സിമ്പിൾ. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇതൊന്ന് സേവ് എടുക്കാം നമുക്ക്. അതിനകത്ത് നമ്മൾ ഇവിടെ ഷെയർ ഓപ്ഷൻ കൊടുക്കുക, നമ്മുടെ ഫോണിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. എക്സ്പോർട്ടിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയും ടിക്ടോക്കിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരും. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് എന്തായാലും ഫോണിലേക്ക് സേവ് ആയിട്ടുണ്ട്. പിന്നെ നോക്കാം, ഇതാണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ആ മിസ്റ്റേക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇത് കണ്ടോ, ഈ വീഡിയോയുടെ ഈ താഴ്ഭാഗത്ത് ഇതേ കുറച്ച് ഒരു ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു എന്താ പറയുക, ഒരു വൃത്തിയില്ലല്ലോ, മീൻസ് കയറി ഇറങ്ങിക്കിരിക്കുന്നുണ്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എടുക്കുന്ന സമയത്ത് കറക്റ്റ് സ്ക്വയറായിട്ട് എടുക്കുക, വളഞ്ഞും തിരിഞ്ഞൊന്നും പോകാതെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഫോൺ വെക്കാൻ നോക്കുക. ഇതേപോലെ താഴെ ഒരു പടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പടിയുടെ അവിടെ കൊണ്ട് കറക്റ്റ് നമ്മളിങ്ങനെ ക്രോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ആർക്ക് നോക്കിയാലും എഡിറ്റിംഗ് ഒന്നും മനസ്സിലാവുകയില്ല. കിളി പോവും, കാണുന്നവരെ എന്തായാലും കിളി പോവും. കാരണം അത് അത്ര പെർഫെക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനി വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഈ ഒരു തെറ്റ് അതിൽ വരുത്തരുത്. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത പറ്റിയ തെറ്റാണ്. അപ്പോൾ ഈ തെറ്റ് വന്നതുകൊണ്ട് ആ തെറ്റിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി വീഡിയോ എടുക്കുമ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.